ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെയാണ് അംകിൻ സർവൈവൽ എന്ന പാൽ വേൾഡ് പോലത്തെ ഒരു ഗെയിമിൻ്റെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നെല്ലുള്ള പാൽസിനെ ഞാൻ കാണിച്ചത് അംകിൻ എന്നാണ് അതിന് പറയുക. സ്വിമാൻഡർ എൻ്റെ ഒരു വാട്ടർ പാലാണ്. പിന്നെ ഫ്ലുഫീറ്റ് ഉണ്ട്, ഫിസിക്കൽ പാലാണ്. മ്യൂക്കിനുണ്ട്, എർത്ത് പാലാണ്. ടിങ്കിളുണ്ട്, ഫിസിക്കൽ. ഓഗ്ലിപ്പഫ് ഉണ്ട്, ഫിസിക്കലാണ്. വേറൊരു വാട്ടർ പാലുണ്ട്, ഡെവി. പിന്നെ വേറെ വാട്ടർ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറാലിപ്പ. പിന്നെ നമുക്കൊരു ഫയർ പാലുണ്ട്, അത് ഇവനാണ്. അപ്പോൾ ഞാൻ വർക്കർ എടുത്തേക്കാണ് ഇവനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫർണസോടെ ഈ ഫർണസിൽ സാധനം കുറച്ച് ഇതുണ്ടാക്കാനാണ്, സ്ക്രാപ്പ് പാർട്സ്. അതുണ്ടാക്കി ഇതാണ് നമ്മുടെ എക്യുപ്മെൻറ്റ് ബെഞ്ച്. 2 യൂണിവേഴ്സൽ ബോക്സ്, വർക്ക് സ്റ്റേഷൻ, കൺസോൾ, നമ്മുടെ റീസ്പോൺ ആവുന്ന ഏരിയ. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇത് നമ്മുടെ പാലുമിനിയം ഫ്രാഗ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മറ്റേ പാൽ സ്പിയർ ഉണ്ടാക്കുന്നതിന് അമേഡിക് എന്നാണ് പറയുക. ഈ സാധനത്തിന് നെക്സസ് സീഡ് എന്നാണ് പറയുക. നമുക്കിവിടെ ബെഡ് ഉണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞേക്കണേ ബിൽഡ് എ ബോൺഫയർ എന്നുള്ള സാധനങ്ങൾ നമ്മുടെ ഉണ്ട്. ഈ പോളിഷ്ഡ് വുഡൻ പ്ലാങ്ക് എവിടെ നിന്ന് കിട്ടാന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ. അതറിയാതെ കുറേ നേരം നിൽക്കണം. മേക്ക് എ ബെറി ഡ്രിങ്ക്. എന്ത് ചെയ്യുന്ന അതിന് നമുക്ക് ആദ്യം ഫീഡർ ഉണ്ടാക്കണം. ബിൽഡ് എ ഫീഡറിന് വേണം ഗൈസ് ഈ സാധനം, വുഡൻ പ്ലാങ്ക്. പിന്നെ നമുക്കൊരു ഫിസിക്കൽ എസൻസാണ്, ഫിസിക്കൽ പാലിനെ പിടിക്കാൻ കിട്ടുന്നത്. നമുക്കിപ്പോൾ ഇത് ഫിസിക്കൽ പാലിനെ പിടിക്കുക. വെയിറ്റ് ഗൈസ്, ഓക്കെ. നമുക്ക് നമ്മുടെ അവിടെ ഒരു എന്ന് പറഞ്ഞിട്ടൊരു പാലുണ്ട് ഗൈസ്. അല്ല, ഓക്ലിപ്പഫ് ഇല്ലേ, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞേ എൻ്റെ ഒരു പാൽ ഞാൻ പറഞ്ഞല്ലോ, ഓക്ലിപ്പഫ്. ഈ ഇതിനകത്തുള്ള മാക്സിമം പാൽസ് ഞാൻ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മാപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത്ര മാപ്പാണ് ഈ നെക്സസ് ട്രീയിൽ ഉള്ള പകുതിയോളം. ഇതിൽ നമുക്ക് അംകിൻസ്, മറ്റേ ഫിസിക്കൽ അംകിൻസിനാണ് കൂടുതൽ കിട്ടുക. പിന്നെ ഈ റിസോഴ്സസൊക്കെ ഇവിടെ കാണിക്കും. ഇവിടുന്ന് ഉള്ള കിട്ടുന്ന അത്തരം വാൽസിനെ പിടിച്ചു. പിന്നെ ഇവിടെ എനിക്ക് പിടിക്കാനുള്ള ഇപ്പോൾ നമ്മൾ പിടിക്കാൻ ഓക്ലിപ്പഫും 2 മ്യൂക്കിനും. ഇത് നമ്മുടെ മിറർ വാട്ടർ ലേക്ക്, അവിടെ ഫിസിക്കൽ ആൻഡ് വാട്ടർ ഇത്ര റിസോഴ്സ് കിട്ടും. ഇവിടെ നിന്നാണ് ഞാൻ ഫയർ പാലിനെ പിടിച്ചത്. നമുക്ക് ഫിസിക്കൽ പാൽസിന് കിട്ടും, എർത്ത് പാലിന് കിട്ടും. അവിടെ ഏറ്റവും കൂടുതൽ ട്വിങ്കിനും മ്യൂക്കിനും പിന്നെ ഈ സാധനം എംബറി പഫ് ഞാൻ പിടിച്ച ഫയർ കിട്ടും. റിസോഴ്സ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ ഈ ഏരിയ ഇവിടെ എർത്ത് പാൽസിന് ഫയർ പാൽസിനും കിട്ടും, ഇത്ര റിസോഴ്സും കിട്ടും. പുതിയൊരു അപ്ഡേറ്റ് വന്നാണ് ഈ മാപ്പ്. ഇതൊക്കെ വേണമെങ്കിൽ ലെവൽ 20, 30, ലെവൽ 7 ആയിട്ടുള്ളൂ, 8 ആയിട്ടുള്ളൂ. ഇതൊക്കെ പിന്നെ 5 ഉണ്ട്, കുഴപ്പമില്ല. ഇത് 1 നമുക്ക് സ്പോണാണ് അവിടെ, ബാക്കി 2, 5. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ഇരട്ടപ്പാലിനാകെ കിട്ടുക. അതിൽ നമുക്ക് ഫയർ, വാട്ടർ, എർത്ത്, പിന്നെ അതാ ലൈറ്റ്, എന്താ പറയുക ഇലക്ട്രിക്, ഇത്ര റിസോഴ്സ്. അതിൽ ഞാൻ ഇത് തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി. ഇത് നമ്മുടെ സ്പേസ് ഷിപ്പിൽ അങ്ങോട്ട് പോയി നമ്മുടെ ബ്രദറിനെ കാണാതെ. അപ്പോൾ നമ്മുടെ ഓക്ലിപ്പഫ് നിൽക്കണം. നമ്മുടെ ബ്രദറിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഈ ഗെയിം. നമ്മുടെ അവിടെ സെർച്ചിങ് ഫോർ ബ്രദർ, അതിന് വേണ്ടി നമ്മൾ ചെയ്യണം. നമ്മുടെ പാലിനെ ഞാൻ ഇറക്കി. അയ്യോ, അമ്മമാരെ ഇട്ട് തുടങ്ങിയോ. നമുക്ക് അമ്പ് വിടാം. അയ്യോ, നമുക്ക് കൊന്നേക്കാം ഗൈസ്. പിടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൊന്നാൽ പിന്നെ നമുക്ക് ഫിസിക്കൽ എസൻസ് കിട്ടും. അപ്പോൾ 2 കിട്ടി ഫിസിക്കൽ എസൻസ്.
പിന്നെ നമുക്ക് പോക്കറ്റ് കയറ്റാം. അതിന് നമ്മുടെ ബെറീസ് ഉണ്ടോ? 9 ബെറിയുണ്ട്. യൂസ് എനിക്ക് ഹെൽത്ത് ഉണ്ട്, എൻ്റെ പാലിനില്ല. പറ്റുന്നത്രയും കൊടുത്തു. ശരിയാവുള്ളൂ. ഇച്ചിരി കൂടിയും ബെറി വേണം. നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. ഫൈബർ എന്ന് പറഞ്ഞാൽ ഇത് ഇതേപോലത്തെ ചെടി മൊത്തം ഞാൻ പറിച്ചെടുത്തു. ഇനി നമുക്ക് ഫീഡർ ഉണ്ടാക്കാൻ എന്ത് വേണമെന്നായിരുന്നു പറഞ്ഞേ? എസൻസിൻ്റെ കാര്യമൊക്കെ ആയി. വുഡൻ പ്ലാങ്ക് നമ്മളാണെങ്കിൽ എവിടെ നിന്ന് കിട്ടുകയെന്നൊക്കെ ഞാൻ കുറേ നോക്കി. പക്ഷെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയില്ല. അതിനൊന്നും എനിക്ക് വേറെ കാര്യം നോക്കാം. ഈ സ്ഥലത്തെ നമുക്ക് അൺലിമിറ്റഡ് ഉണ്ടാക്കാൻ ഈ സാധനങ്ങളൊക്കെ വേണ്ട പറയണേ. ഇത് 5 എണ്ണം. ഓക്കെ, 5 സെവറൻ ജാക്സും 20 ക്ലോത്തും വുഡൻ പ്ലാങ്ക് 10 എണ്ണം. അപ്പം നമുക്ക് മരത്തിൻ്റെ നമുക്ക് കയറണമെങ്കിൽ എത്ര ലെവലാണെന്ന് പറഞ്ഞേക്കാം. കാരണം ഒരു ലെവൽ കൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മറ്റേതുണ്ട്. ഈ സ്ഥലം തുറക്കണമെങ്കിൽ ലെവൽ 10 ആവണം. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോണും ചെയ്യില്ലേ, ഇത് കൂടെ അല്ലേ. നമുക്ക് സ്റ്റോണും അല്ല ആവശ്യം. 2 സ്റ്റോൺ. ഇതിന് എത്ര ലെവൽ വേണം? ഇതിന് ലെവൽ 15 വേണം. നമുക്ക് ലെവൽ ഒരു 9 നമുക്ക് സെറ്റാം. ഒരു ലെവൽ 10 ആക്കാം. കുറച്ച് പാൽസിനെ പോയി ഞങ്ങൾ പിടിക്കാൻ ഫീറ്റ് കാട്ടുന്നുണ്ട്. പാവം ജീവിയ. ഈ മാപ്പിൽ മഞ്ഞ കളർ കാണിക്കുന്നൊക്കെ അതിൻ്റെ അടുത്ത് കൂടി പോയാൽ അത് ഓടിപ്പോകത്തേ ഉള്ളൂ. റെഡ് കാണിക്കുന്നതിൻ്റെയൊക്കെ അടുത്ത് കൂടി പോയാൽ അപ്പം തന്നെ അത് കണ്ടോ മഞ്ഞ അടുത്തേക്ക് അത് ഓടി. ബട്ട് റെഡ് കാണിക്കുന്നതൊക്കെ അടുത്ത് നമ്മളെ അറ്റാക്ക് ചെയ്തു. നമുക്ക് പേര് എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഹീലിംഗ് ഹെർബ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് മാത്രം കൂട്ടാം. അയ്യോ, ടിങ്കിൾ വന്നടേ. കൊല്ലടാ പ്രാന്ത, എൻ്റെ പിന്നാലെ വരാതെ അവനെ കൊല്ലടാ. എവിടെ കേട്ടാ വിളി? അവനെ വീട്ടേക്ക്. പടിയടാ, അടിയടാ. അവനടി 52. ഉയ്യോ, പാലിന് മാറ്റട്ടെ. അല്ലാണ്ട് അവനെ നമുക്ക് കൊന്നേക്കാം. പാലറിഞ്ഞ് അവനടിച്ച് നമുക്ക് ഒരു കുഴപ്പമില്ല. ഹെൽത്ത് കിട്ടും നമുക്ക്. എടുത്തിട്ട് ഇങ്ങനെ നടിച്ചാൽ ബാക്കി നമുക്ക് ബെറി കൊണ്ടടിക്കും. പൈസ ജസ്റ്റ് ബെറി. അപ്പുറത്ത് തന്നെ ഇവിടെ ഒരു ഓക്കെ എന്ത് കിട്ടിയോ? ഇതെടുത്തോ. നമുക്ക് ഗ്രാഫിക്സ് അൾട്രാ 60 FPS. ഓക്കെ, ഇവിടെ ഒരു പാലും കൂടി ഉണ്ടാവുമല്ലോ. ഇതാണോ ഫൈബർ കിട്ടിയോ? ഫൈബർ അല്ല, കണ്ടപ്പോൾ അങ്ങനെ അതാ നിൽക്കുന്നു ടിങ്കിൾ. ഹീലിംഗ് ഹെർബ് കാണും. പൊട്ടനടിക്കണം. അയ്യോ എടാ മിക്കിനെ അവനെ പോയി അടിക്കണാവേ. നമുക്കൊന്നും എനിക്ക് അവൻ ആവശ്യമില്ല. അവൻ്റെ ടിങ്കിളിനെ പറന്ന് അറ്റാക്കാടെ മെയിൻ സീൻ. പിന്നെ എനിക്ക് സുഖമായിട്ട് ഹീലിംഗ് ഹെർബ് എടുക്കാം. ഇതിന് എടുത്ത് ഇതിലെൻ്റെ എന്താണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്? ഒരു ഡ്രസ്സില്ലടാ. കപ്പലിൽ തൽക്കാലം ഇപ്പം നമുക്ക് കിട്ടുന്ന വേറെ നമ്മുടെ കയ്യിലില്ലല്ലോ. ഇനി ഈ ഒരു മാപ്പിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മാപ്പിൽ എവിടെ ഒരു പാല് പോലും ഉണ്ടാവില്ല. എനിക്കിനിപ്പോൾ ഈ ഫ്ലുഫീറ്റൊക്കെ ഉണ്ടാവും. കുറേ ഫ്ലുഫീറ്റ് അല്ലാതെ ഒരു പാലും ഉണ്ടാവില്ല.
നമുക്ക് ഇതുവഴി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിറർ വാട്ടറിലേക്കാണ്. പിന്നെ അവിടെ പോയി തിരിച്ച് കറങ്ങി മറ്റിവിടേക്ക് പോകാൻ എനിക്ക് വയ്യ. എൽഗോൺവിയോഡേഴ്സ് എന്നിട്ട് നമുക്ക് ഇങ്ങനെ പോകും. ഇവിടുന്ന് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഫയർ പാലില്ലേ, അതിന് വന്ന കുറച്ച് ഫയർ എസൻസ് ഒക്കെ ഉണ്ട്. പറ്റാണ് ഞാൻ തന്നെ പിടിച്ചേക്കാം. അവിടെ നമുക്ക് കുറച്ച് നെക്സസ് സീഡ് കിട്ടും. നമ്മുടെ പാരൻഡിയം ഫ്രാഗ്മെൻറ്റ് ഒരുമാതിരി മറ്റേ ഇത് ശരിക്കും ഇത് പെറ്റ്സിനൊക്കെ അമിക്കുന്ന പറയല്ല. പാൽ നല്ല മരം വെട്ടണമെങ്കിൽ ഇവിടെ അയ്യോ അത് ടിങ്കിൾ ഇവനെ ഞാൻ കയറ്റുണ്ട്. എംബർലേറി ഫ്ലയർടാ അല്ല എംബർ ഫ്ലൂഫ് ഫീമെയിലാണ്. നമ്മുടെ കയ്യിലുള്ള ഏതാ മെയില. ഇതിൽ ബ്രീഡിങ് ഒക്കെ പറ്റുമെന്ന് എന്നോട് ചോദിക്കരുത്, അതൊന്നും എനിക്കറിയില്ല. അയ്യോ എന്നെ കൊല്ലാൻ പിന്നെ എടാ പ്രാന്താവനടിയാ. വാട്ടർ പാലിന് പിന്നെ ഈ പാൽസിനടിക്കാൻ പറ്റുമല്ലോ. ഫുള്ള് എടാ ക്യാച്ചടാ. അയ്യോ എന്നെ അമുക്കിനടാ, അവനെ എടുത്തതാണ് കിട്ടി. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കിട്ടൂലോ. പുതിയാനടാ നമ്മൾ ഈ കൊന്ന് നമ്മൾ എത്ര ഹെൽത്തിൽ നിന്നാണോ അവനെ പിടിച്ചാൽ അത്ര ഹെൽത്ത് തന്നെ ഉണ്ടാവും. അത് അവിടെ ഇരുന്ന് തന്നെ പ്രാന്തന്മാര് പേരുടെ ഓടിക്കോ. ഇത് കറുപ്പൊക്കെ എടുത്തേക്കാൻ നല്ലതാ. ഫ്ലുഫീറ്റ് ഉണ്ടാവും. ഡേഞ്ചർ ഫ്ലുഫീറ്റൊക്കെ ടിങ്കിള് നല്ല ലാഗ് ഉണ്ടല്ലോടാ. സ്റ്റോണൊക്കെ കിട്ടണം അത്രയും പറക്കിയേക്കാം. അവനങ്ങോട്ട് പോയി ടിങ്കിളങ്ങോട്ട് പോയി. വേഗത കൊത്ത്. അതിന് കുറച്ച് എംബർ ഫ്ലുഫിനെ കിട്ടുകയാണെങ്കിൽ അതിന് കുറച്ച് എടുക്കും. അതിനെ കുറച്ച് ഇങ്ങനെ വാരി തോണ്ടിടും. അതിൻ്റെ അപ്പുറത്തേക്ക് പോക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മെറ്റൽ സ്ക്രാപ്പ് ഇടണം. ഇതിനകത്ത് തട്ടോ അത്രയും മെറ്റൽ സ്ക്രാപ്പ് ഇടാം. അവിടെ നമ്മുടെ അവിടെ തുടങ്ങിയപ്പോൾ കുറേ മാരും മെറ്റൽ സ്ക്രാപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ വലിയ വാരി ഒക്കെ ഞാനെടുത്തു. 3 അമിക്കുന്നുണ്ടല്ലോ. അയ്യോ 3 ടിങ്കിള്. ഈ പൊട്ടനാണ് ഈ അറ്റാക്ക്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ആരായിരിക്കും അവിടെ പോലെ അവനൊക്കെ വാ. ഇനി നീ അയ്യോ എംബർ ഫുൾ ഭ്രാന്തൻ. നമുക്ക് ഇറക്കിയിട്ടേ ടിങ്കിള് പോയി. എടാ അവനെ അല്ലടാ ടിങ്ങളെ ഒന്നടിയടാ പ്രാന്ത. ഇവിടെ അയ്യോ കോടലി ചെടി. അവിടെ വെട്ട് മാറിപ്പോ. വെട്ട് ഓക്കെ ടേക്കോളും ലെവലപ്പ്. ഓക്കെ 9 ലെവൽ 9. അടുത്ത ടിങ്കിള് അമിക്കിൻ. ഗെറ്റ് റെഡി. അടിച്ച് എംബർ ഫ്ലോർ അടിച്ച് ഇങ്ങോട്ട് തീപ്പൂര് കണ്ടായിരിക്കും മോനെ. എംബ്ലർ ഫുള്ളിനൊക്കെ നമുക്ക് കൊന്നാൽ മതി. ഇതിന് വേണ്ട മറ്റേ എസൻസ് മാത്രം മതി. അടിച്ചളാ. എന്നെ കൊല്ലാൻ വരുടെ പ്രാന്ത പോടാ. കൊണ്ടല്ലേ ഇത്ര നേരം മറന്നേറ്റു. അയ്യോ പെട്ടി യാത്ര. അയ്യോ പെട്ടി യാത്ര. ഇനി നമുക്ക് നമ്മുടെ എംബ്ലർ ഫുള്ളിനുണ്ട്. ഓ അവനവിടെ
പണിക്ക് കിടക്കലടാ. അയ്യോ നമ്മുടെ മ്യൂക്കിനെടുക്കാം. മ്യൂക്കിൻ ഇറങ്ങിപ്പോയി അറ്റാക്ക് ചെയ്യാൻ വേട്ടാവളിയനെ. അയ്യോ ഞാനില്ല, ഞാൻ ഓടി പോടാ. അവൻ കൊന്നടാ, കൊന്നവനെ. ഇനി ഇവിടെ ആരടാ? കൊല്ലു അവൻ കൊന്നില്ല. ആക്ച്വലി ഞാൻ അതിന് ദൂരം പോയപ്പോൾ അവൻ എൻ്റെ കൂടെ പോകുന്നതാ. മൂവിക്കകത്തെ ഷെൽത്തോടെ. ഇതെന്തിൻ്റെ ഫയർ എസൻസ്? നമുക്ക് ഗണ്ണുണ്ടാക്കാൻ ആവശ്യം വരും. എന്താ? ഓ അഡ്മിക്ക് കണ്ണ് കിട്ടും. ഇത് കൊടുത്തോ. നമ്മൾ ഫുൾ ലെവലപ്പ് ചെയ്യണം. ഫുൾ പാൽസിൽ പിടിക്കും. ഈ മാപ്പ് ഫുള്ള് സത്യം പറഞ്ഞാൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനത്തെ കിടക്കുന്ന മാപ്പാണ്. ഇവിടെ വഴിയുണ്ടോ? അങ്ങനെ വഴിയുണ്ടോ? ഇവിടെ പേഴ്സണൽ ഇറങ്ങിയിട്ട് റയ്യറാ ബ്രേവ്. ഓടാ ബ്രേവ് മനസ്സിലായോ? ബ്രേവിനെ അടിക്കാൻ പറ്റിയ നല്ല പോലെ ഏതാ? മ്യൂക്കിൻ്റെ അത്ര അയ്യോ ചത്ത്. നമ്മളാരെടുക്ക മ്യൂക്കിനെ നീ നോക്ക്. എടാ അവരെ പോയി അടിക്കണം മ്യൂക്കിനെ. ഉയ്യോ മ്യൂക്കിനെ എനിക്ക് കിട്ടി. ഇത് മറ്റേ ഇവനോടാ റയർ പറഞ്ഞു. കിട്ടി ഉള്ളിവട കിട്ടി. ഇവനെ ആക്സും കൊണ്ട് നമുക്ക് അടിക്കല്ല, ശരിയല്ല. ഉള്ളിവട ഞാൻ ചാവാനാടാ. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഫുൾ ടറ. അയ്യോ എൻ്റെ പാലാമയ്ക്കിനെ ഇറക്കടാ. വേണ്ടെന്ന് കൂടി പോയാലോ? പാലിന് വേണ്ടടാ. കിടില പാല്. വീഡിയോ എടുക്കാണ്ട് എത്ര 18 കിടിലും പാലടാ. കൂടൻ ബ്ലാങ്ക് എവിടുന്ന് കിട്ടാന്ന് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് മറ്റേ ഇവനെ കൊണ്ടുപോടാ. കൺസോളിൽ കയറിയിട്ട് ഇവനെ നമുക്ക് റിമൂവ് ഫ്രം വർക്ക് നടക്കാം. കൊർപ്പള പോട്ടെ. എല്ലാവരും പോട്ടെ. ചത്ത പാലസിനൊക്കെ നമുക്കൊന്ന് റിവൈവ് ചെയ്തെടുക്കാം. അവിടെ വെച്ചാൽ മതി. ഇവൻ നമുക്ക് മേക്ക് പോയിട്ടിറക്കാം. നമ്മുടെ ജില്ലയിലെ ഏറ്റവും പവറായിരിക്കുക. നമുക്ക് ഇവന് 28, ഇനി 20 ഒരു 18. ഇവന് 26. ഇവൻ പോരാ. എമ്പല് ഫുള്ള് എനിക്കിനെത്ര 26. ടിങ്കിളിന് 16. ഇവന് 16. ഇവന് 15. ഇവന് 21 ഉണ്ടായിരുന്നു. അവനിറക്കി. ഇവനെത്ര 10. ഇവൻ ഹെൽത്ത് കുറഞ്ഞവന് 20. മറ്റവന് 17. ഇവന് ഫയർ ലെവൽ 1. ഒരു കാര്യം ചെയ്യാം. നമുക്ക് പറ്റുകയാണെങ്കിൽ നാളെ മറ്റന്നാളെ കേട്ടിരിക്കുക. അപ്പോഴോട്
എന്തോ കാണിച്ചത് ഒന്നു സാധനം അമീഗർ സ്റ്റോറേജ് അടുത്താളെ ബെറിയിട്ടുങ്ങളാ ഓടാ ഭ്രാന്താ ഇൻക്യുബേറ്റർ ടെമ്പറിയാട് ഫുഡ് സ്റ്റോറേജ് ഫാറ്റ് ഫൈൻഡർ മെച്ചി ഫൈബർ സ്യൂട്ട് ഫുഡ്സ് ഇൻക്യുബേറ്റർ മുമ്പ് കിട്ടിയതാ ലൈഫ് ഇതിനാണ് ഞാൻ പറഞ്ഞത് എസൻസ് നോർമാറ്റ്സോ ഇതിന് എന്ത് എസൻസ് എർത്ത് എസൻസ് ഇതിനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട് സോഡം മാത്രമല്ല പിക്കേക്സ് ഉണ്ടാക്കുക നമ്മുടെ ഓറഞ്ച് പിക്കേക്സ് വാക്സ് എടുക്കുള്ളൂ ഓക്കെ പോളിഷ്ഡ് പ്ലാങ്ക് അത് ഈ സാധനം ഓടാ വെയിറ്റ് ഈ സാധനത്തിൽ നോക്കിയാൽ മതിയല്ലോ നമ്മുടെ വുഡൻ പ്ലാങ്ക് അതിന് വുഡ് മാറ്റിയടാ അതിനുള്ള വുഡ് തന്നെ നമ്മുടെ കയ്യിലുണ്ട് അത് ഏതിലുണ്ടാക്കുക വെയിറ്റ് അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം ഈ വീഡിയോയിൽ ഇതിലുണ്ടോ വുഡൻ പ്ലാങ്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ എന്തൊക്കെ വേണം ഓക്കെ അതിന് വേണം വുഡൻ പ്ലാങ്ക് അതായത് നമുക്ക് ഇതിനകത്ത് വുഡൻ പ്ലാങ്ക് അൺലോക്ക് ആയിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത് ഇതിലും കാണാനില്ല ഇതിൽ തന്നെ അവസാനം പ്ലാങ്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുമോ ഇവിടെ ടിമ്പർയാർഡ് ഓടാ ടിമ്പർയാർഡ് തന്നെ യാർഡിൽ നിന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ടിമ്പർയാർഡിൽ നിന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ടിമ്പർയാർഡ് ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണമല്ലോ $249 അയ്യോ ഈ പെട്ടെന്ന് കാർപ്പൻ്ററോ ഇത് വുഡൻ പ്ലാങ്ക് കാർപ്പൻ്റർ ടേബിൾ ടിമ്പർയാർഡ് ഇതിനെന്ത് പറഞ്ഞ കാർപ്പൻ്റർ ടേബിൾ ഉണ്ടാക്കാൻ എന്തായാലും കാർപ്പൻ്റർ ടേബിൾ നോക്കാം സ്റ്റോൺ ക്വാറി കാർപ്പൻ്റർ അതാ കാർപ്പൻ്റർ ടേബിൾ 24 ലെവലില് വാക്സും ഇതും വാക്സും ഇത് സ്റ്റോൺ ബ്ലോക്ക് ഇത് റിഫൈൻഡ് വാക്സ് അപ്പോൾ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ബൈ ബൈ.